ഒരാളുടെ ജീവിതം കൺവേ ചെയ്യുന്ന സിനിമ. അതിൽ നമ്മൾ ആ ജീവിതത്തിൻ്റെ സംഗീതത്തിൻ്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുന്നത്. നീർമാതള പൂവിനുള്ളിൽ അത് ഞാൻ വളരെയധികം ആഘോഷിച്ച് മനസ്സ് നിറഞ്ഞ് കമ്പോസ് ചെയ്ത ഒരു പാട്ടാണ്. കരിയറിന്റെ തുടക്കത്തിൽ തന്നെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഗിരീഷേട്ടന്റെ കൂടെയുള്ള ഒരു യാത്ര എങ്ങനെയാ ഓർക്കണേ? ഗിരീഷേട്ടൻ കൂടെ ഉണ്ടായ ഒരാളെന്നല്ല, എന്തോ ദൈവമായിട്ട് എൻ്റെ കൈ പിടിച്ച് വഴി നടത്താനായിട്ട് നിയോഗിക്കപ്പെട്ട ആളായിട്ടും കൂടെ ഞാൻ തോന്നുന്നു എനിക്ക്. ഇപ്പൊ എഴുത്ത് എന്നൊന്നില്ല നിങ്ങളുടെ മേക്കിങ്ങിൽ, അതായത് പുള്ളി ഇരുന്ന് എഴുതുന്ന ഒരു പരിപാടി അങ്ങനെയല്ല. ഗിരീഷേട്ടൻ പറയും ഞാൻ എഴുതും, എഴുത്തല്ല എന്റെ ജോലി. കടലാസ് കൊണ്ടുവന്നില്ലെങ്കിൽ എന്നെ വഴക്ക് പറയും. എവിടെ എഴുതേണ്ട ആള് കടലാസ് കൊണ്ടില്ല. കഥാവശേഷനിലെ കണ്ണുനട്ട് കാത്തിരുന്നിട്ടും അതിൽ ഇന്ദ്രൻ ചേട്ടൻ പാടുമ്പോ വിദ്യാധരൻ മാഷ് വരിക എന്ന് പറയുന്നതും ഇപ്പുറത്ത് ജയചന്ദ്രൻ സാറ് വരിക എന്ന് പറയുന്നതും എങ്ങനെയാ ഒരു കോമ്പിനേഷൻ ആലോചിച്ചേ? ഇളങ്കോ ചേട്ടനാണ് ഈ കമ്പോസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കള്ളനാണ് ഈ പാട്ട് പാടുന്നത്, അത് ഇന്ദ്രൻ ചേട്ടനാണ്. അപ്പൊ ഇത് ആര് പാടും എന്നുള്ളത് ഒരു വലിയ ബിഗ് ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പൊ ടി വി ചന്ദ്രൻ സാർ എന്നോട് ചോദിച്ചു ഇത് ആര് പാടും, ഗിരീഷേട്ടനും ചോദിച്ചു ആര് പാടും. അപ്പോൾ ഇളങ്കോ ചേട്ടൻ പറഞ്ഞു വിദ്യാരൻ മാസ്റ്ററോട് ചോദിച്ചു നോക്കിയാണ്. ഈ റെക്കോർഡ് ചെയ്തത് കേട്ടപ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞു വളരെ നന്നായിരിക്കുന്നു, ഇത് ഇങ്ങനത്തെ ഒരു ഈണമാണ് വേണ്ടത്, അങ്ങനത്തെ ഈണമാണ് നീ ചെയ്തിരിക്കുന്നത്. കുമ്പിളിൽ വിളമ്പിയ പൈമ്പാലെന്നോർത്ത് ഞാൻ അന്നത്തെ അമ്പിളി. അയ്യോ, ആ ഒരു ഭാഗവും അതിൽ പിക്ചറൈസേഷൻ വരുമ്പോ ആ ഒരാളുടെ ബാല്യം എന്താന്ന് കാണിക്കുന്നുണ്ടല്ലോ. ഗിരീഷേട്ടനും അത്തരം ഒരു ജേണിയിലൂടെ പോയിട്ടുണ്ട്. ബാല്യമുണ്ട്. ഗിരീഷന്റെ ബാല്യത്തിലുള്ള അദ്ദേഹം തന്നെ അനുഭവിച്ചിട്ടുള്ള ഒരു ആത്മകഥ പോലെയാണ് ആ ചില വരികൾ വന്നിരിക്കുന്നത്. രതി നിർവേദം അത്ര ഹൈപ്പോടെ വന്നല്ലേ, ടോട്ടലി ന്യൂ ആയിട്ടുള്ള ഒരു അപ്രോച്ചിൽ എനിക്ക് എന്താണോ ആ കഥയെ പറ്റി തോന്നുന്നത്, ആ കഥാപാത്രങ്ങളെ പറ്റി തോന്നുന്നത്, അത് വരണം എന്നാകും. പെരുമഴക്കാലം കമൽ സാർ എനിക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ ഗിഫ്റ്റാണ്. കമൽ സാറിന്റെ ഏറ്റവും ഫേവറേറ്റ് ആണ് ചേട്ടൻ തന്നെ പാടിയ പെരുമഴക്കാലം എന്നുള്ള ആ സോങ് അല്ലേ? ഞാനെന്ന സംഗീത സംവിധായകൻ ഞാനെന്ന പാട്ടുകാരനെ അത്രത്തോളം ഇഷ്ടപ്പെടുന്നില്ല. സ്റ്റേറ്റ് അവാർഡും നോട്ടത്തിന് വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ എങ്ങനെയോ അങ്ങനെ വന്നു എന്ന് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. കോമ്പിനേഷൻസ് ആലോചിക്കുന്നുണ്ടല്ലോ, ശബ്ദ ഡ്യുവറ്റുകൾ പ്രത്യേകിച്ചും. ഒരു പാട്ടിന് ഒരു ശബ്ദമുണ്ട്, ആ ശബ്ദം നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പസിൽ സോൾവ്. പക്ഷെ അത് കണ്ടുപിടിക്കുക എന്നുള്ളത്, ഇപ്പൊ കാറ്റേ കാറ്റേ എന്നുള്ള പാട്ട് കഴിയുമ്പോൾ വിജിയുടെ ശബ്ദം ഒരു എക്സാമ്പിൾ, അല്ലെങ്കിൽ ഇപ്പം ലാലി ലാലി എന്ന് പറയുന്നത് മൃദുവിന്റെ വോയിസ്, അതുപോലെ ഏനുണ്ടോടി എന്ന് പറയുമ്പോൾ അവിടെ സിത്തുവിന്റെ വോയിസ്, അല്ലെങ്കിൽ വാതുക്കല് വെള്ളരി പ്രാവ് എന്ന് പറയുമ്പോൾ നമ്മുടെ നിത്യയുടെ വോയിസ്. അപ്പൊ അങ്ങനെ വോയിസസ്, ഒരു പാട്ടിന് ഒരു വോയിസ് ഉണ്ട്, ആ വോയിസ് കണ്ടുപിടിക്കണം. പെരുമഴക്കാലത്തിലെ മഴ, പക്ഷെ അതിന്റെ ആ ഒരു ഡെപ്ത് ഉള്ള മഴയല്ലേ, ആ സ്ത്രീകളുടെ മാനസിക. റഫീഖ് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ആ മഴ എന്താണ്. പെരുമഴക്കാലത്തിലെ മഴ നോവിൻ പെരുമഴക്കാലം, ആ നോവിൻ പെരുമഴക്കാലമാണ്. രാക്കിളിതൻ വഴി മറയുന്ന. പക്ഷെ ഈ മഴ തോരും പുൽക്കതിരുകളിൽ പുതിയ പുഞ്ചിരി പടരും എന്ന് എപ്പോഴും ഞാൻ കരുതും. എനിക്ക് എന്ത് അവാർഡ് കിട്ടുമ്പോഴും എന്ത് കിട്ടാതിരിക്കുമ്പോഴും ഫ്രസ്ട്രേഷൻ വരുമ്പോഴും ആനന്ദം വരുമ്പോഴും ഒക്കെ ഞാൻ ആലോചിക്കും, 1 മില്ലിമീറ്ററിൽ ഈശ്വരൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ജീവിതമാണ്. ഹായ്, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മ്യൂസിക് ഡയറക്ടർ എം ജയചന്ദ്രൻ. വെൽക്കം. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് കോഴിക്കോട് നിന്നാണ്. ബാബുഖാന്റെ, ഗിരീഷേട്ടന്റെ, ഇങ്ങനെ ഒരുപാട് അതുല്യ കലാകാരന്മാരുടെ നാട്, ഞങ്ങളുടെയൊക്കെ അഭിമാനമായ ഒരു കാര്യമാണ് അത് പറയുമ്പോഴൊക്കെ, കോഴിക്കോട്ടുകാർ എന്നുള്ള രീതിയിൽ. അതിന്ന് തന്നെ തുടങ്ങാം. ഇവിടുന്ന് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു നാടിനെ പറ്റി പറയുമ്പോൾ എന്തായിരിക്കും ചേട്ടന്റെ ഒരു ഫസ്റ്റ് മെമ്മറി? കോഴിക്കോട് എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സങ്ങ് ഉണരും. പല കാരണങ്ങളുണ്ട്. കോഴിക്കോട് എനിക്കൊരു നല്ലൊരു സുഹൃത്ത് സംഘമാണ്. പിന്നെ ഇവിടുത്തെ ബിരിയാണി, ഒരു ബിരിയാണി കൊതിയനായതുകൊണ്ട് എല്ലാ കാലത്തും. ഞാൻ ആദ്യമായിട്ട് കോഴിക്കോട് വരുന്നത് 95-ലാണ്. എൻ്റെ ആദ്യത്തെ സിനിമ ചന്ത എന്ന് പറയുന്ന സിനിമ, അത് കമ്പോസ് ചെയ്യാനാണ് വരുന്നത്. അപ്പോൾ ഇവിടെ തളിക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള ജയ ഓഡിറ്റോറിയം ഉണ്ടല്ലോ, അവിടെ ഒരു റൂമിലാണ് കമ്പോസ് ചെയ്യുന്നത്. അപ്പോൾ അന്ന് തന്നെ ഉച്ചയാകുമ്പോഴത്തേക്കും ഞാൻ അന്വേഷിക്കും ഇവിടെ എവിടെയാണ് ബെസ്റ്റ് ബിരിയാണി എന്നുള്ളത്. അപ്പോൾ അങ്ങനെ സാഗർ ഹോട്ടലും അതുപോലെ പാരഗണും ബോംബെ ഹോട്ടലും സെയിൻസും റഹ്മത്തും അങ്ങനെ
ആ രീതിയിലാണ് കോഴിക്കോട്ട് മനസ്സിലേക്ക് കയറുന്നത്. പിന്നെ കോഴിക്കോട് എനിക്ക് എപ്പോഴും തോന്നുന്നത് ഒരു വളർന്നു വന്ന ഒരു ഗ്രാമം എന്നല്ല. അപ്പോൾ ആ ഗ്രാമീണതയും അതിൻ്റെ ഒരു സത്യസന്ധമായിട്ടുള്ള ഇന്നസെൻസ് ഉണ്ടല്ലോ, അതെല്ലാം ഇന്നും കോഴിക്കോട് സൂക്ഷിക്കുന്നുണ്ട്. മിഠായി തെരുവ്, എൻ്റെ വലിയ ആഗ്രഹമാണ് മിഠായി തെരുവിൽ ഇരുന്ന് പാട്ട് പാടണം. ബാബുക്കയുടെ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ മിക്കവാറും അടുത്ത് തന്നെ അത് സംഭവിക്കും. ബാബുക്കയുടെ പാട്ടുകൾ മിഠായി തെരുവിൽ ഇരുന്ന് പാടുക. അപ്പോൾ അത്തരത്തിൽ കോഴിക്കോടൻ സ്വപ്നങ്ങൾ എനിക്ക് ഒരുപാടുണ്ട്. ഗിരീഷേട്ടനിലേക്ക് വരികയാണെങ്കിൽ തുടക്കകാലത്ത് കരിയറിന്റെ തുടക്കത്തിൽ തന്നെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഗിരീഷേട്ടന്റെ കൂടെയുള്ള ഒരു യാത്ര എങ്ങനെയാ ഓർക്കണേ? ഗിരീഷേട്ടൻ കൂടെ ഉണ്ടായ ഒരാളെന്നല്ല, എന്തോ ദൈവമായിട്ട് എൻ്റെ കൈപിടിച്ച് വഴി നടത്താനായിട്ട് നിയോഗിക്കപ്പെട്ട ആളായിട്ടും കൂടെ ഞാൻ തോന്നുന്നു എനിക്ക്. അത് അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ അതൊരു സെൽഫിഷ്നെസ് ആയിരിക്കാം, പക്ഷേ ഗിരീഷേട്ടൻ അങ്ങനെ ആയിരുന്നു. നമ്മളെ കൈപിടിച്ച് നടത്തുന്ന, നമുക്ക് വഴിവിളക്കാകുന്നത് ആരാണോ അവരെ മാത്രമേ നമുക്ക് ഗുരുസ്ഥാനത്ത് കാണാൻ പറ്റൂ. അപ്പോൾ ഗിരീഷേട്ടൻ അങ്ങനെയായിരുന്നു. ഗിരീഷേട്ടൻ അത് മാത്രമല്ല, ഗിരീഷേട്ടനും നമ്മൾ തമ്മിൽ ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. കൂടുതലും സൗന്ദര്യ പിണക്കങ്ങളാണ്. അത് പെട്ടെന്ന് വരികയും പെട്ടെന്ന് പോവുകയും ചെയ്യും, പല തിരകൾ പോലെ ഇങ്ങനെ പോയിക്കൊണ്ട്. പക്ഷെ അതിലൊക്കെ ഇന്നേറ്റ് ആയിട്ട് ആ കടൽ എപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതൊരു സ്നേഹത്തിൻ്റെ കടലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ കോഴിക്കോട് എന്നെ സംബന്ധിച്ചിടത്തോളം ഗിരീഷേട്ടൻ്റെ ഓർമ്മകളും കൂടിയാണ്. ആദ്യമായിട്ട് കോഴിക്കോട് വരുമ്പോഴത്തേക്കും ഞാനിതൊക്കെ എൻ്റെ പ്രവർത്തനങ്ങളൊക്കെ കണ്ട്, ഈ കോമ്പോസിഷനൊക്കെ കണ്ട് ഗിരീഷേട്ടൻ്റെ വീട്ടിൻ്റെ അവിടെ എത്തുമ്പോൾ ഗിരീഷേട്ടൻ പറയും, നീയാണ് രാജരാജ ചോളൻ. ഇപ്പോഴെനിക്ക് ഓർമ്മയുണ്ട്. അതെന്ത് എന്ന് പറഞ്ഞാൽ മ്യൂസിക്കിൽ എന്തൊക്കെയോ നിനക്കുണ്ട് എന്ന് പറയുന്ന ഗിരീഷേട്ടൻ്റെ വഴിയാണ് അങ്ങനെയൊക്കെ പറയുന്നത്. ഗിരീഷേട്ടൻ്റെ ഒരു ആദ്യ മീറ്റിംഗ് ഓർമ്മ എന്താ? ആദ്യമായിട്ട് കാണുന്നത് അക്ഷരം എന്ന് പറഞ്ഞ സിനിമയാണ്, സിബി മലയിൽ സാറിൻ്റെ. അതിൻ്റെ മ്യൂസിക് കമ്പോസർ എൻ്റെ ഗുരുനാഥൻ പെരുമ്പാവൂർ രവീന്ദ്രനാഥ് സാർ. അപ്പോൾ ആ പാട്ടുകൾക്ക് പശ്ചാത്തല സംഗീതം, ബാക്ക്ഗ്രൗണ്ട് ഫോർ ദി സോങ്, അത് ചെയ്യാനായിട്ടാണ്. അപ്പോൾ പ്രസാദ് 70mm സ്റ്റുഡിയോ ആണ് ചെന്നൈയിൽ. ഇത്രയും വലിയ സ്റ്റുഡിയോ ഞാൻ കണ്ടിട്ടില്ല, അന്നുമില്ല ഇന്നുമില്ല. അതിൻ്റെ ഒരു ഹാൾ എന്ന് പറയുന്നത് ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് പോലെയാണ്. നമുക്ക് 2 ടീമായിട്ട് മാറി കളിക്കാവുന്ന ഇടമാണ്. അപ്പോൾ അവിടെ നടുക്കാണ് എത്ര മഹാരഥന്മാരായിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് അതിൻ്റെ നടുക്ക് വന്ന് ആ ചെയറിലിരുന്ന് അവിടെ ഹാർമോണിയം വെച്ച് നൊട്ടേഷൻസ് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സത്യത്തിൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു അവിടെ ഇരിക്കാനും നിൽക്കാനും. ഈ ആർട്ടിസ്റ്റിനൊക്കെ കണ്ട് പേടിച്ചിട്ട് ഒരു പേടിച്ചരണ്ട രീതിയിലാണ് ഞാൻ നിൽക്കണേ. അപ്പോൾ ദൂരെ നിന്ന് ഒരാൾ ഒരു ഷർട്ടും ഒരു പാൻറ്റും ഒക്കെ ഇട്ട്, അത് ബട്ടൺസൊക്കെ ഇവിടെയൊക്കെ അഴിച്ചിട്ടിട്ടുണ്ട്, ആ മാല ഇതെല്ലാം കാണാം. അപ്പോൾ കുറച്ച് ദൂരെ നിൽക്കുന്നതൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ ഞാനിങ്ങനെ കണ്ടക്ട് ചെയ്യാനായിട്ട് എല്ലാവരും ഓർക്കസ്ട്രക്കാരൊക്കെ എന്നെ പൊതിഞ്ഞ് നിൽക്കുന്നു. അപ്പം ഞാൻ വലിയ എന്താണ് ഒരു ഗാംഭീര്യത്തോടു കൂടി അവർക്ക് റൊട്ടേഷൻ പറഞ്ഞു കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ എനിക്കൊരു സ്വപ്നത്തിൽ ജീവിക്കുന്ന പോലെ തോന്നി. അപ്പോൾ ഇതെല്ലാം ഗിരീഷേട്ടൻ കാണുന്നുണ്ട്. ഗിരീഷേട്ടനായിരുന്നു ആ ദൂരം നിന്നത്. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അറിയാം എനക്ക്? ഇല്ല, ഞാനാണ് ഗിരീഷ് പുത്തഞ്ചേരി. അങ്ങനെയാണ് ഗിരീഷേട്ടനെ ആദ്യമായിട്ട് കാണുന്നത്. അതിനുശേഷമാണ് സ്ഥിരമായിട്ട് എന്നെ രാജരാജ ചോളൻ. ഞാന് ഗിരീഷേട്ടന്റെ മരുമകൾ ദീപിക ഇന്നലെ ഇങ്ങനെ സംസാരിച്ചപ്പോ, ദിനാഥിന്റെ വൈഫ് സംസാരിച്ചപ്പോ എന്നോട് പറഞ്ഞു, അച്ഛൻ എഴുതി കൊടുക്കാറില്ല കുട്ടേട്ടന് എന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞു. അത് ചോദിക്കും കേട്ടോ പറയുകയാണെങ്കിൽ എന്നും കൂടെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എഴുത്ത് എന്നൊന്നില്ല നിങ്ങളുടെ മേക്കിങ്ങിൽ, അതായത് പുള്ളി ഇരുന്ന് എഴുതുന്ന ഒരു പരിപാടി ഗിരീഷേട്ടൻ പറയും ഞാൻ എഴുതും, എഴുത്തല്ല എന്റെ ജോലി. ശരി, കടലാസ് കൊണ്ടുവന്നില്ലെങ്കിൽ എന്നെ വഴക്ക് പറയും. എവിടെ എഴുതേണ്ട ആള് കടലാസ് കൊണ്ടില്ല, എവിടെടാ നിന്റെ കടലാസ്, അതിനകത്ത് എഴുത് എന്ന് പറയും. മാത്രമല്ല ഗിരീഷേട്ടൻ എൻ്റെ കൈയക്ഷരം ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് പണ്ട് എന്നെ പഠിപ്പിച്ച മലയാളം സാറുണ്ടായിരുന്നു, പരമേശ്വരൻ പിള്ള സാർ എന്ന് പറയും. അപ്പോൾ അദ്ദേഹം ദിവസവും പോകുമ്പോഴത്തേക്കും ഞാൻ അന്ന് ഏറ്റവും ഹേറ്റ് ചെയ്തിരുന്ന ഒരു കാര്യമാണ് 5 പേജ് കോപ്പി എഴുതണം. അത് ലൈനില്ലാത്ത ബുക്കിൽ എഴുതണം. അപ്പോൾ കുറേ നേരം എടുക്കുന്നു. അപ്പോൾ നമ്മൾ പോകുന്ന ദിവസങ്ങളിലൊക്കെ തലേദിവസം ഇരുന്ന് ഇതൊരു വലിയൊരു ജോലിയാണ്. ഈ ഭാണ്ഡക്കെട്ടും കൊണ്ടാണ് ഞാൻ പോണേ എന്നുള്ള ഒരിതാണ്. അപ്പോൾ പക്ഷെ പിൽക്കാലത്ത് എനിക്ക് മനസ്സിലായി അത് കാരണം എൻ്റെ കൈയക്ഷരം നന്നായി വന്നു. അപ്പൊ ഗിരീഷേട്ടൻ പറയും നിന്റെ കൈപ്പടലേ, അതാണ് എനിക്കിഷ്ടം. അങ്ങനെ ചിലപ്പോ ചില പാട്ടുകളൊക്കെ ചില വരികൾ വരുമ്പോൾ ഞാൻ പറയും ഗിരീഷേട്ടാ ആ വാക്ക് വേണ്ട, ഇതായാലും എന്താ? അപ്പോൾ പറയും നീ ആരടാ? ഗിരീഷ് കുട്ടഞ്ചേരിയോ?
കുട്ടൻ എന്ന് വിളിക്കുന്നുണ്ട്, ഗിരീഷ് കുട്ടഞ്ചേരി. അപ്പോൾ ഒരു പാട്ട് എഴുതി കഴിയുമ്പോഴത്തേക്കും കുറെ എൻ്റെ സംഭാവനകൾ ആ പാട്ടിനകത്ത് കൂടിപ്പോയിട്ടുണ്ടെന്ന് തോന്നിയപ്പോൾ അതിൻ്റെ അടിയിൽ ഗിരീഷ് കുട്ടഞ്ചേരി എന്ന് പെട്ടു. ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അയ്യോ, അത് രസമാണല്ലോ, കേൾക്കാത്തൊരു കാര്യമാണ്. അതുപോലെ ഈ പാട്ടുകൾ ഇപ്പം സ്റ്റേറ്റ് അവാർഡ് ആദ്യം മേടിച്ച ഗൗരി ശങ്കരം പറയുകയാണെങ്കിൽ അത് സമാഗമത്തിലോ അങ്ങനെ ഒരു ഷോല അത് പറയുന്നുണ്ടല്ലോ, പാതിരാവനമില്ല എന്നുള്ളത് നമ്മളിങ്ങനെ റിപ്പീറ്റ് അതേ ആ ഷോന്റെ ആ ക്ലിപ്പ് വീണ്ടും വീണ്ടും കേൾക്കും, ഉറങ്ങാതെ എന്നുള്ള പാട്ട്. അതുപോലെ മറ്റേ പാട്ടാണ് കണ്ണിൽ കണ്ണിൽ മിന്നും, ഒരു ഫസ്റ്റ് സ്റ്റേറ്റ് അവാർഡ് വാങ്ങിക്കുന്ന പാട്ട് ഈ കൊളാബറേഷനിൽ ചെയ്യുന്ന ഒരു മെമ്മറി എങ്ങനെയാ? അത് എൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു എൻ്റെ ഒരു കമ്പോസിങ് സെഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഡയറക്ടർ നേമം പുഷ്പരായേട്ടൻ വീട്ടിൽ വന്നു, നമ്മൾ ഈ പാട്ടുകളൊക്കെ ഉണ്ടാക്കി. ഗിരീഷേട്ടനായിട്ട് പാട്ടുണ്ടാക്കുമ്പോൾ ഒരിക്കലും ടെൻഷനില്ല. അതിങ്ങനെ വരും. അതിൽ ആദ്യം ഏത് വരുന്നു എന്നറിയാൻ പറ്റുന്നില്ല. ആദ്യം എൻ്റെ ട്യൂണാണോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വരിയാണോ, ഏതാണ് ആദ്യം വരുന്നത് എന്നറിയാൻ പറ്റുന്നില്ല. അത് എല്ലാ കാലത്തും ഞാൻ അത്തരം ഒരു മോഡിൽ വർക്ക് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഒരാളുടെ മാത്രം ഒരു ഡിക്റ്റേറ്റർഷിപ്പ് അല്ല ഇവിടെ നടക്കുക, കൂട്ടായ്മയാണ്. അതില് ഉച്ചനീചത്വം ഇല്ല. ഇപ്പൊ ഹരിതയും ഞാനും സംസാരിക്കുമ്പോൾ ഉച്ചനീചത്വം ഇല്ലാതെ നമുക്കൊരു കോമൺ ഗ്രൗണ്ടിൽ നമുക്ക് സംസാരിക്കാൻ പറ്റണം. അങ്ങനെ വരുമ്പോഴാണ് ഈ സംസാരത്തിന് പുതിയ തലങ്ങളും അർത്ഥങ്ങളും വന്നു ചേരുന്നത്, നമുക്ക് നമ്മളാവാൻ സാധിക്കും. അതുപോലെയാണ് പാട്ട് ചെയ്യുമ്പോഴും. അപ്പൊ എനിക്ക് ഒരുപാട് ഇപ്പൊ ONV സാറുമായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ONV സാറുമായിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും വളരെയധികം സന്തോഷവും ബഹുമാനവും ഒക്കെയാണ്. പക്ഷെ എന്നാലും എപ്പോഴും ആ ഒരു അങ്ങോട്ട് അങ്ങനെ പറയാമോ, ഇങ്ങനെ ചെയ്യാമോ എന്നൊക്കെ ഉള്ള റെസ്ട്രിക്ഷൻസ് എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ ഗിരീഷേട്ടനുമായിട്ട് അല്ലെങ്കിൽ കൈതപ്പുറം സാറുമായിട്ട് ഒന്നും അങ്ങനെയില്ല. അനിലൊക്കെ പിന്നെ നമ്മുടെ ഇതായതുകൊണ്ട് ഒരു കുഴപ്പമില്ല, എന്ത് പറഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും ചെയ്യും. അപ്പൊ ഗിരീഷേട്ടനും അതുപോലെ ആ ബഹുമാനം വെച്ചുകൊണ്ട് തന്നെ നമ്മൾ തമ്മിൽ ആ ഒരു കോമൺ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു, പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സമഭാവന അതിനകത്തുണ്ട്. ആ സമഭാവനയിൽ നിന്ന് ജനിക്കുന്ന പാട്ടുകളാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആവുക. ഇപ്പൊ ഞാൻ ഹരിനാരായണനായിട്ട് വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ സന്തോഷ് വർമ്മയായിട്ട് വർക്ക് ചെയ്യുന്നു. ഇവരൊക്കെ എൻ്റെ അനിയന്മാരാണ്. അപ്പൊ അവരുമായിട്ടിരിക്കുമ്പോഴും ഇത് തീർച്ചയായിട്ടും ഐ വോണ്ട് ടു മേക്ക് ഷുവർ ദാറ്റ് ഇക്വിലിബ്രിയം ഇസ് ദെയർ. അതാണ് അതൊരു മ്യൂസിക് ഡയറക്ടർ സംസാരിക്കണമെന്നുള്ളത്. കാരണം ഞാൻ ഒരുപാട് ലിറിസിസ്റ്റായി സംസാരിക്കുമ്പോൾ അവരിലൊക്കെ ഉണ്ടാവാറുണ്ട് എപ്പോഴും റെക്കഗ്നീഷൻ എന്നല്ല, വേണ്ട അർഹിക്കുന്ന ഒരു പരിഗണന പലപ്പോഴും ലിറിക്സിന് ഉണ്ടാവുന്നില്ല എന്നുള്ള വർഷങ്ങളായിട്ടുള്ള ഒരു പരാതിയാണ്. അത് എന്താ പറയുക, ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടുമില്ല. അപ്പോൾ ഒരു മ്യൂസിക് ഡയറക്ടർ ഈക്വൽ ആണ് എന്ന് പറയുന്നത് പോലും എനിക്ക് തോന്നുന്നു അവർക്ക് വലിയൊരു കാര്യമായിരിക്കും ആ ഒരു സമൂഹത്തിനോട് ചെയ്യുന്ന. തീർച്ചയായിട്ടും. ഇപ്പൊ ഗിരീഷൻ എന്ന് പറയുമ്പോഴത്തേക്കും, ഞാൻ ട്യൂൺ പറയുമ്പോഴത്തേക്കും ഒരു 2 മിനിറ്റിനുള്ളിൽ തന്നെ പല്ലവിയൊക്കെ കഴിയും. ഇപ്പൊ പാതിരാവനമില്ല ജാലകം വഴി എൻ്റെ മോതിര വിരലിന്മേൽ ഉമ്മ വെച്ചു, അഴിഞ്ഞു കിടന്നൊരൻ പുടവെന്ന് ഓർത്തു ഞാൻ അല്ലി നിലാവിനെ മടിയിൽ വെച്ചു, ഒരു ഞൊടി എന്നെ തിരഞ്ഞു. പുള്ളിയുടെ ആ ഒരു റൊമാൻറ്റിക് വേൾഡിന്റെ അല്ലേ, പുള്ളിയുടെ അങ്ങനെയുള്ള എത്രയോ വരികള് കഥാവശേഷനിലെ കണ്ണു നട്ട് കാത്തിരുന്നിട്ടും അതിൽ ഇന്ദ്രൻ ചേട്ടൻ പാടുമ്പോൾ വിദ്യാധരൻ മാഷ് വരിക എന്ന് പറയുന്നതും ഇപ്പുറത്ത് ജയചന്ദ്രൻ സാറ് വരിക എന്ന് പറയുന്നതും എങ്ങനെയാ ഒരു കോമ്പിനേഷൻ ആലോചിച്ചേ? ഇപ്പൊ അനുരാഗം എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് ചേട്ടന്റെ ശബ്ദം, ഭാവഗായകൻ. എല്ലാവരും ഭാവഗായകൻ എന്ന് വിളിക്കുന്നു. പക്ഷെ ഞാൻ അതിനൊക്കെ അപ്പുറമായിട്ട് ഈ അനുരാഗത്തിന്റെ എന്തോ ഒരു പ്രണയം, പ്രേമം, അനുരാഗം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചേട്ടൻ പെട്ടെന്ന് ചേട്ടന്റെ ശബ്ദം വരും. അപ്പൊ അങ്ങനെയാണ് ആ പാട്ടുകളിലൊക്കെ ചേട്ടൻ, ഇപ്പൊ കല്ലായിക്കടവത്തെ അപ്പോ അതില് പറയുന്ന വരികളും അത് ചേട്ടന്റെ ശബ്ദത്തിൽ വരുമ്പോഴും അതിന്റെ അനുരാഗ തീവ്രത വളരെ അധികമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചേട്ടൻ പല പാട്ടുകളും അത്തരം രീതിയിലുള്ള, ആദ്യം എനിക്ക് വേണ്ടി പാടിയ ഒരു ലളിതഗാനമുണ്ട്, സ്മൃതി തൻ ചിറകിലേറി. അപ്പൊ ഈ നൊസ്റ്റാൾജിയ അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ, ഈ നൊസ്റ്റാൾജിയ നമുക്ക് കുറേ അധികം അത്തരം ഓർമ്മകളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ശബ്ദം കൂടിയാണ് ജേട്ടന്റെ. അപ്പൊ അത്തരത്തിലാണ് ജേട്ടനുമായിട്ട് കണ്ണിൽ കണ്ണിൽ മിന്നും കണ്ണാടിയിൽ എന്നുള്ള പാട്ടിലും അങ്ങനെയാണ്. അപ്പൊ ജേട്ടൻ അത്തരം പാട്ടുകളാണ് എനിക്ക് വേണ്ടി പാടിയിട്ടുള്ളത്. ജേട്ടൻ പാടിയിട്ടുള്ള പാട്ടുകളും അത്തരത്തിലാണെന്ന് ഞാൻ കാണുന്നു. വിദ്യാധരൻ മാഷ്
വിദ്യാരംഭ മാസ്റ്റർ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എനിക്ക് ഗുരുതുല്യനായിട്ടുള്ള ഇളങ്കോച്ചേട്ടനാണ്. ഇളങ്കോച്ചേട്ടൻ ദേവരാം മാസ്റ്ററുടെ ഗിറ്റാറിസ്റ്റ് ആയിരുന്നു. പിന്നെ എൻ്റെ സ്കൂട്ടറിൻ്റെ പിറകിൽ കയറിയിരുന്ന് എൻ്റെ സംഗീത ജീവിതത്തിലേക്ക് ഒഴുകി വന്ന ആളാണ്. അപ്പോൾ ഇളങ്കോച്ചേട്ടനാണ് ഇത് കമ്പോസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കള്ളനാണ് ഈ പാട്ട് പാടുന്നത്, അത് ഇന്ദ്രൻ ചേട്ടനാണ്. അപ്പോൾ ഇത് ആര് പാടും എന്നുള്ളത് ഒരു വലിയ ബിഗ് ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ ടി വി ചന്ദ്രൻ സാർ എന്നോട് ചോദിച്ചു ഇത് ആര് പാടും, ഗിരീഷേട്ടനും ചോദിച്ചു ആര് പാടും. അപ്പോൾ ഇളങ്കോച്ചേട്ടൻ പറഞ്ഞു വിദ്യാരംഭ മാസ്റ്ററോട് ചോദിച്ചു നോക്കിയാൽ. ഞാൻ പറഞ്ഞു മാസ്റ്റർ മ്യൂസിക് കമ്പോസറാണ്, മാസ്റ്ററുടെ അടുത്ത് പോയി ഒരു പാട്ട് പാടണം എന്നൊക്കെ പറഞ്ഞാൽ മാസ്റ്റർക്ക് ഇഷ്ടപ്പെടുമോ, എന്തായാലും വിളിച്ചു പോകുന്നു പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ വിദ്യാരംഭ മാസ്റ്ററെ വിളിച്ചപ്പോൾ വിദ്യാരംഭ മാസ്റ്റർ വളരെ സന്തോഷത്തിൽ അങ്ങനെ തിരുവനന്തപുരത്ത് വന്നു. തിരുവനന്തപുരത്തെ സ്റ്റുഡിയോയിൽ വന്നപ്പോൾ ആദ്യം ഈണം കേട്ട വരി നോക്കി, അത് കഴിഞ്ഞിട്ട് ഈ റെക്കോർഡ് ചെയ്തത് കേട്ടപ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞു വളരെ നന്നായിരിക്കുന്നു, ഇത് ഇങ്ങനത്തെ ഒരു ഈണമാണ് വേണ്ടത്, അങ്ങനത്തെ ഈണമാണ് നീ ചെയ്തിരിക്കുന്നത്. കുമ്പിളിൽ വിളമ്പിയ പൈമ്പാലെന്നോർത്ത് ഞാൻ അന്നത്തെ അമ്പിളി. അയ്യോ, ആ ഒരു ഭാഗവും അതിൽ പിക്ചറൈസേഷൻ വരുമ്പോ ആ ഒരാളുടെ ബാല്യം എന്താന്ന് കാണിക്കുന്നുണ്ടല്ലോ. ഗിരീഷേട്ടനും അത്തരം ഒരു ജേണിയിലൂടെ പോയിട്ടുണ്ട്. ബാല്യമുണ്ട് ഗിരീഷേട്ടന്റെ ബാല്യത്തിലുള്ള അദ്ദേഹം തന്നെ അനുഭവിച്ചിട്ടുള്ള ഒരു ആത്മകഥ പോലെയാണ് ആ ചില വരികൾ വന്നിരിക്കുന്നത്. ആ ഒരു ബാല്യത്തിന്റെ ഒക്കെ പറയുന്നിടത്ത് വരുന്ന കുറെ വരികളെ. അങ്ങനെ ഞാൻ അന്നും കരഞ്ഞിരുന്നു. അന്നത്തെ അന്തിയിലെ ഒരു റിയൽ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതാനുഭവങ്ങളിലൂടെ മാത്രമേ ഉരുത്തിരിയുള്ളൂ. അതൊരു സത്യമാണ്. ജീവിതാനുഭവങ്ങൾ അത് ശരിക്കും അങ്ങോട്ട് അറിഞ്ഞിട്ടുള്ളത്, അതിൻ്റെ സന്തോഷവും സങ്കടവും വേനലും മഴയും അതിൻ്റെ തീവ്രതയും ഒക്കെ അറിഞ്ഞ ആൾക്കാർക്ക് മാത്രമേ അത്തരത്തിലുള്ള കലാകാരന്മാരായിട്ട്, അത് കാലത്തെ അതിജീവിക്കുന്ന കലാകാരന്മാരായിട്ട് വരാൻ പറ്റുള്ളൂ എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതേ ഈ കഥാവിശേഷന്റെ ഒപ്പം അവാർഡിന് അർഹനായത് പെരുമഴക്കാലത്തിലെ സോങ്സിനും കൂടി കൈതപ്രം തിരുമേനി എഴുതിയിട്ടുള്ള, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു കല്ലായിക്കടവത്ത്, ചെന്താർമിഴി. പെരുമഴക്കാലം കമൽ സാർ എനിക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ ഗിഫ്റ്റാണ്. കമൽ സാറിന്റെ ഏറ്റവും ഫേവറേറ്റ് ആണ് ചേട്ടൻ തന്നെ പാടിയ പെരുമഴക്കാലം എന്നുള്ള ആ സോങ് അല്ലേ? അതങ്ങനെ സംഭവിച്ചു പോയതാണ്. ഞാനത് ആ പാട്ട് ഞാൻ പാടണമെന്ന് ഓർത്തതേ അല്ല, പക്ഷെ അങ്ങനെ സംഭവിച്ചു. അതും ഒരു നിയോഗം പോലെ. അത് കമൽ സാറാണ് പറഞ്ഞ, ഇല്ല ജയന്റെ ശബ്ദം തന്നെ വെക്കും എന്ന് നിർബന്ധിച്ച് അങ്ങനെ വന്നതാണ്. അതിലെ കുറച്ച് കനം കൂടിയ പാട്ട് എല്ലാം ആണെങ്കിലും അല്ലെ, കുറച്ച് കനം കൂടിയ പാട്ട് എന്നുള്ള രീതി ആൾക്കാർ തമാശക്ക് പറയാറുണ്ട്. അതിൽ പാടുമ്പോ ഇപ്പൊ നമ്മൾ ചെയ്ത പാട്ട് നമ്മൾ പാടുന്നതിൽ ഒരു കോൺഫിഡൻസ് കൂടുതലാണോ ഉണ്ടാവുക അല്ലെങ്കിൽ കുറവാണോ ഉണ്ടാവുക? എനിക്ക് വളരെ കുറവാണ് കോൺഫിഡൻസ്. പൊതുവെ പാടുന്നതിൽ കോൺഫിഡൻസ് കുറവാണ്. പിന്നെ ഞാനെന്ന സംഗീത സംവിധായകൻ ഞാനെന്ന പാട്ടുകാരനെ അത്രത്തോളം ഇഷ്ടപ്പെടുന്നില്ല. സ്റ്റേറ്റ് അവാർഡ് നോട്ടത്തിന് വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ എങ്ങനെയോ അങ്ങനെ വന്നു എന്ന് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അല്ല, ആ മെല്ലെ എന്നുള്ള പാട്ടൊക്കെ പാടിയിട്ട് ഇങ്ങനെ പറയുമ്പോ അത് പാടിപ്പോയതാ. ഇതില് ചെന്താർമിഴി വരുമ്പോ മധു ബാലകൃഷ്ണൻ, ചിത്രാമ്മ വരുന്നു, കല്ലായിക്കടവത്ത് പറഞ്ഞ പോലെ ജയൻ സാറും സുജാതമ്മ വരുന്നു, അഫ്സലും ജോൽസിനെയും മെഹറും. ഈ കോമ്പിനേഷൻസ് ആലോചിക്കുന്നുണ്ടല്ലോ, ശബ്ദ ഡ്യുവറ്റുകൾ പ്രത്യേകിച്ചും ആരൊക്കെ വേണം എന്ന്. പ്രത്യേകിച്ച് ഇതിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള പാട്ടുകൾ, അതെങ്ങനെയാ ആലോചിക്കാറ്? ഒരു പാട്ടിന് ഒരു ശബ്ദമുണ്ട്. ആ ശബ്ദം നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പസിൽ സോൾവ്. പക്ഷെ അത് കണ്ടുപിടിക്കുക എന്നുള്ളത്, ഇപ്പൊ കാറ്റേ കാറ്റേ എന്നുള്ള പാട്ട് കഴിയുമ്പോൾ വിജിയുടെ ശബ്ദം ഒരു എക്സാമ്പിൾ, അല്ലെങ്കിൽ ഇപ്പം ലാലി ലാലി എന്ന് പറയുന്നത് മൃദുവിന്റെ വോയിസ്, അത്രയും മൃദുവായിട്ടുള്ള വോയിസ് വേണം. അപ്പൊ കറക്റ്റായിട്ട് മൃദു അവിടെ വന്ന് ഇരുന്നു. അതുപോലെ ഏനുണ്ടോടി എന്ന് പറയുമ്പോൾ അവിടെ സിത്തുവിന്റെ വോയിസ്, അല്ലെങ്കിൽ വാതുക്കല് വെള്ളരി പ്രാവ് എന്ന് പറയുമ്പോൾ നമ്മുടെ നിത്യയുടെ വോയിസ്. അപ്പൊ അങ്ങനെ വോയിസസ്, ഒരു പാട്ടിന് ഒരു വോയിസ് ഉണ്ട്, ആ വോയിസ് കണ്ടുപിടിക്കണം. പക്ഷെ അത് നമ്മുടെ യാത്രയിലൂടെ നമ്മൾ നമ്മുടെ കണ്ണ് തുറന്ന് വയ്ക്കുമ്പോൾ അത്തരം കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും എന്ന് തന്നെയാണ്. അപ്പോൾ അങ്ങനെ എത്തിപ്പെടുമ്പോഴാണ് ആ പാട്ടിന് ഒരു പൂർണ്ണത വരിക. ഞാനെപ്പോഴും വിശ്വസിക്കുന്നത് ഒരു പാട്ടിലെ മെയിൻ ഇൻസ്ട്രുമെൻ്റ് ആണ് വോയിസ് എന്നാണ്. അപ്പോൾ അതായത് സംഗീത സംവിധായകൻ ഈ പാട്ട് കൺവേ ചെയ്യുന്നതിൽ പല ഇൻസ്ട്രുമെന്റ്സ് വഹിക്കുന്നുണ്ട്. ചിലപ്പോൾ പിയാനോ ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്ലൂട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് വയലിൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഏത് ഇൻസ്ട്രുമെന്റ് ആവാം, അല്ലെങ്കിൽ പുതിയ കാലത്തിന്റെ പ്രവണതകളനുസരിച്ചുള്ള പ്രോഗ്രാംഡ് ട്രാക്സ് ആയിരിക്കാം, VST ശബ്ദങ്ങളായിരിക്കാം. പക്ഷെ
ഇതിലൊക്കെ മെയിനായിട്ട് കൺവേ ചെയ്യുന്നത് വോയിസിലൂടെ, ഒരു പാട്ട് കൺവേ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ ഇൻസ്ട്രുമെന്റ് കറക്റ്റ് ആയിരിക്കണം, അത് ആരായിരിക്കണം ആ ഇൻസ്ട്രുമെന്റ് എന്നുള്ളതാണ്. അപ്പൊ അതാണ് എൻ്റെ പാട്ട് ജനങ്ങളിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഏറ്റവും വലിയ മീഡിയം ഓഫ് അട്രാക്ഷൻ. അപ്പൊ അത് വേണം, അപ്പൊ അത് കണ്ടുപിടിക്കണം എന്നുള്ളതാണ്. അങ്ങനെയാണ് ജോസ്നയിലേക്കും അഫ്സലിലേക്കും ഒക്കെ എത്തുന്നത്. സെല്ലുലോയിഡ് ആയാലും ആമി ആയാലും കമൽ സാറിന്റെ സ്വപ്ന സഞ്ചാരി ചെയ്തിട്ടുണ്ട്, ഗദാമയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് ചെയ്തു. ഈ 3 എണ്ണത്തിൽ മ്യൂസിക് ചെയ്യുന്ന സമയത്താണ് 2 എണ്ണം സെല്ലുലോയിഡ്, ആമി ഒരു ബയോഗ്രഫിക്കൽ മൂവീസ് ആണ്. അത്തരം മൂവികളെ സമീപിക്കുമ്പോൾ എങ്ങനെയാ? അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഒരാളുടെ ജീവിതം കൺവേ ചെയ്യുന്ന സിനിമ, അതിൽ നമ്മൾ ആ ജീവിതത്തിന്റെ സംഗീതത്തിന്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുന്നത്. നീർമാതള പൂവിനുള്ളിൽ അത് ഞാൻ വളരെ അധികം ആഘോഷിച്ച് മനസ്സ് നിറഞ്ഞ് കമ്പോസ് ചെയ്ത ഒരു പാട്ടാണ്. അപ്പോൾ അത്തരം പാട്ടുകൾ കമ്പോസ് ചെയ്യാനായിട്ട് എനിക്ക് ഏറ്റവും അധികം ഇടങ്ങൾ അല്ലെങ്കിൽ അവസരങ്ങൾ തന്നത് കമൽ സാറാണ്. മാത്രമല്ല അതിനുള്ള സ്വാതന്ത്ര്യവും, അദ്ദേഹമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഉള്ള ഏറ്റവും വലിയ കാര്യം അതാണ്. എന്നെ സ്വതന്ത്രനാക്കി വിടും അദ്ദേഹം പറയുന്ന സിറ്റുവേഷനിൽ ഇങ്ങനെ പറക്കാൻ. ഞാൻ പറന്നുകൊണ്ടിരിക്കും, പറന്ന് മിക്കപ്പോഴും ആദ്യത്തെ ട്യൂൺ തന്നെ കൃത്യമായിട്ട് അവിടെ വന്നിരിക്കാനുള്ള സാധ്യത ഉണ്ടായിട്ടുണ്ട്. അതൊരു ഭാഗ്യമായിട്ട് വിചാരിക്കുന്നു. 1-2 അവസരങ്ങളിൽ മാത്രമാണ് രണ്ടാമതൊരു ട്യൂൺ ചെയ്യേണ്ടത് വന്നിട്ടുള്ളൂ കമൽ സാറുമായിട്ട്. അപ്പൊ കമൽ സാറുമായിട്ട് അങ്ങനെ ഒരു രീതിയിലുള്ള റെസൊണൻസ് ഉണ്ട്. അപ്പൊ അത് എനിക്ക് എല്ലാ കാലത്തും, കാരണം ഞാനിങ്ങനെ കുറേ സിനിമകൾ ചെയ്ത് പലപ്പോഴും ഇപ്പൊ പെരുമഴക്കാലം കഴിഞ്ഞിട്ട് അടുത്ത സ്വപ്ന സഞ്ചാരിയിലേക്ക് എത്തുന്നത് എനിക്ക് തോന്നുന്നു 8 വർഷത്തിന്റെ ഗ്യാപ്പ്, കുറെ വർഷം. ഇത്രയും വർഷങ്ങളിൽ കമൽ സാറിന്റെ വർക്ക് ചെയ്യുന്നില്ല. പക്ഷെ അടുത്ത സ്വപ്ന സഞ്ചാരി ചെയ്യുമ്പോൾ എനിക്ക് പുതിയ ഒരു റീചാർജിങ് ഒരു സംഭവമായിട്ട് തോന്നും. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് റീചാർജ് ചെയ്യാനായിട്ട് കമൽ സാർ ഓരോ സിനിമ തരുമായിരുന്നു. അപ്പൊ അതിന്റെ സന്തോഷം വലുത് തന്നെയാണ്. നമ്മള് പെരുമഴക്കാലത്തിലെ മഴ പറഞ്ഞപ്പോ മഴപ്പാട്ടുകൾ നമുക്കറിയാം, മഴയെ പല രീതിയിൽ ഉപമിച്ചും അല്ലെങ്കിൽ മഴയെ തന്നെ സെലിബ്രേറ്റ് ചെയ്തും സിനിമകൾ വന്നിട്ടുണ്ട്. ആ രാഗം എന്നുള്ള രീതിയിലൊക്കെ കുറെ മ്യൂസിക്കൽ രീതിയിലും കുറെ പാട്ടുകൾ വരുന്നുണ്ട്. ട്രെൻഡിനനുസരിച്ച് പാട്ട്, പ്രണയം, ജൂണിലെ നിലാമഴയിൽ, അപ്പോഴേക്കും പട്ടം പോലെയല്ല മഴയേ തൂമഴയെ, എന്ത് വ്യത്യാസം ആ 2 എണ്ണം. മഴപ്പാട്ടുകളെ എങ്ങനെയാ കാണുന്നത്? ഒരു പ്ലൂവിയോഫൈലൊക്കെയാണോ? മഴ എനിക്ക് ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമുള്ള പോലെ എനിക്ക് മഴ ഇഷ്ടമാണ്. പക്ഷെ മഴയെ ഞാൻ വല്ലാണ്ട് ശപിച്ച ദിവസങ്ങളും ഉണ്ട്. നമുക്കിവിടെ ആ വെള്ളപ്പൊക്കവും ആ കഷ്ടപ്പാടും എല്ലാം വന്ന സമയത്ത് ഞാൻ പറഞ്ഞു, നമുക്ക് മഴ എന്നുള്ളൊരു സംഭവം ഇല്ലായിരുന്നെങ്കിൽ എന്നാലും. പക്ഷെ മഴയ്ക്കുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ അത് സൃഷ്ടിയുമാണ്, സ്ഥിതിയുമാണ്, സംഹാരവുമാണ്. നമ്മളിവിടെ ജീവിക്കുന്നുണ്ടെങ്കിൽ ആ മഴ ഈ മണ്ണിൽ തട്ടി ഇവിടെ പുതുനാമ്പുകൾ വരുമ്പോഴാണ് അല്ലേ. അപ്പോൾ ജനനത്തിന് പോലും മഴ ഒരു വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ എനിക്ക് ഈ കാമായിട്ടുള്ള ചാറ്റൽ മഴയോടുള്ള എൻ്റെ ഇഷ്ടം എല്ലാ കാലത്തും ഉണ്ട്. പക്ഷെ അത് അനിയന്ത്രിതമായിട്ടുള്ള ഒരു ഇഷ്ടമല്ല, ഒരു ഫേവറിറ്റിസം അല്ല, അങ്ങനെയൊന്നുമല്ല. അപ്പൊ ഈ പാട്ടുകളിൽ മഴ എന്ന് വന്നത് അത് എഴുതിയ ആൾക്കാർ എഴുതിയതാണ്. അല്ല, മഴപ്പാട്ടുകളെ സമീപിക്കുന്ന അങ്ങനെ ഒരു ഇതുണ്ടോ പിക്ചറൈസേഷൻ? അങ്ങനെയല്ല. ഇപ്പൊ ചില സിറ്റുവേഷനിൽ മഴ ഉണ്ടാവും. ഇപ്പൊ പെരുമഴക്കാലത്തിൽ ആ സിനിമയിൽ മൊത്തം മഴയുണ്ട്. ഈ മഴയെ തൂമഴയെ എന്നുള്ള പാട്ടില് ശരിക്ക് അത് എഴുതി വന്നപ്പോ മഴയെ തൂമഴയെ എന്ന് തുടങ്ങിയതാണ്. അത് സന്തോഷം തുടങ്ങിയതാണ്. പിന്നെ ബാക്കിയുള്ള മഴപ്പാട്ടുകൾ ഇപ്പൊ ജൂണിലെ നിലാമഴയിൽ പലരും മഴയാണ്, അങ്ങനെ അതും മഴയത്ത് ഷൂട്ട് ചെയ്തിട്ടുള്ള പാട്ടാണ്. അപ്പൊ എല്ലാരും കരുതിയിട്ടുണ്ട് ഇയാൾക്ക് എല്ലാ സമയത്തും മഴയുണ്ട്. പെരുമഴക്കാലത്തിലെ മഴ, പക്ഷെ അതിന്റെ ആ ഒരു ഡെപ്ത് ഉള്ള മഴയല്ലേ, ആ സ്ത്രീകളുടെ മാനസിക റഫീക്ക് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ആ മഴ എന്താണ്. പെരുമഴക്കാലത്തിലെ മഴ പെരുമഴക്കാലം, ആ നോവിൻ പെരുമഴക്കാലമാണ്. രാക്കിളിതൻ വഴി മറയുന്ന. പക്ഷെ ഈ മഴ തോരും പുൽക്കതിരുകളിൽ പുതിയ പുഞ്ചിരി പടരും എന്ന് കമൽ സാറിന്റെ കൂടെ വർക്ക് ചെയ്ത പോലെ നിവേദ്യത്തിൽ ലോഹി സാറിന്റെ തന്നെ ലിറിക്സിലാണ്. എനിക്കൊന്ന് ആ സമയത്ത് അടിച്ചിരുന്ന ഫോണുകളിലൊക്കെ, അന്നത്തെ ചെറിയ ഫോണുകളിലൊക്കെ റിംഗ് ടോൺ ആയി വന്നിരുന്നു കോലക്കുഴൽ വിളി. നമ്മളിങ്ങനെ ബസ്സിലൊക്കെ പോകുമ്പോൾ പെട്ടെന്നുണ്ട് അപ്പുറത്തുനിന്ന് കോലക്കുഴൽ വിളി കേട്ടോ. ആ സമയത്ത് ആ ട്രെൻഡ് പാട്ടായിരുന്നു. വിനു മോഹനും ഭാമയും കൂടെ ചേർന്നുണ്ടായി അല്ലേ. അവരുടെയും കരിയറിൽ എന്നും ഓർക്കപ്പെടുന്ന ഒരു പാട്ടാണ്. ലോഹി സാറിന്റെ ലിറിക്സിൽ, ലോഹി സാറിന്റെ പടത്തിൽ ചെയ്യാന്ന്, ചക്രമത്തിലൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ഈ ഒരു പെർട്ടിക്കുലർ സോങ് കോലക്കുഴൽ എപ്പോഴും സ്പെഷ്യലാണ്.
പ്രത്യേകിച്ചും നേരത്തെ കമൽ സാർ തന്ന ഗിഫ്റ്റിനെ പറഞ്ഞ പോലെയാണ് ലോഹി സാർ തന്ന ഗിഫ്റ്റാണ്. ലോഹി സാറാണ് എപ്പോഴും പറയുക, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, നമ്മുടെ ജീവിതാനുഭവമാണ് ഒരു നല്ലൊരു കലാകാരനെ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഈ പാട്ടുകളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ലോഹി സാർ പറഞ്ഞു, ജയന് ജീവിതാനുഭവമുണ്ട്, അതുകൊണ്ടാണ് ഈ പാട്ടുണ്ടാക്കാൻ പറ്റിയത് എന്നൊക്കെ പറഞ്ഞു. അത് ഞാൻ എൻ്റെ കോലക്കുഴൽ അതുകൊണ്ടാണ് ഈ പാട്ടുണ്ടായത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ വിനോദ് ഗുരുവായൂരൻ, വിനോദിൻ്റെ സുഹൃത്താണ്. അപ്പോൾ വിനോദാണ് പറയുന്നത് ഈ പാട്ട് ലോഹി സാർ എഴുതിയാൽ മതി. അപ്പോൾ ലോഹി സാർ പറയുന്നുണ്ട് അങ്ങനെയല്ല, നമുക്ക് ആരെങ്കിലും വിളിച്ച് എഴുതിപ്പിക്കാം. അപ്പോൾ വിനോദ് നിർബന്ധിച്ചനുസരിച്ച് വിനോദ് പറഞ്ഞു നിങ്ങൾ രണ്ടും കൂടെ വരും എന്ന് പറഞ്ഞ് നമ്മളൊരു റൂമിനകത്ത് കൊണ്ടുപോയി അവിടെ പൂട്ടിയിട്ടിട്ടാണ് ഈ പാട്ട്. പക്ഷെ ഒരു 1.5 മണിക്കൂർ കൊണ്ട് സാർ അത് അതിഗംഭീരമായിട്ട് എഴുതുകയും അത് ഭയങ്കര രസമാവുകയും, ഞാൻ പ്രതീക്ഷയില്ല ഈ തലത്തിലൊക്കെ ആ പാട്ട് എത്തപ്പെടും എന്നുള്ളത്. പക്ഷെ അത് എത്തി, അതൊരു വലിയൊരു ഭാഗ്യമാണ്. രാധയും കണ്ണനും ഒക്കെ ആകുമ്പോഴും ഏതൊരു സാധാരണക്കാരനും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു വലിയൊരു എന്താ പറയുക, ഒരു ക്ലാസ്സിന് മാത്രം സെലിബ്രേറ്റ് ചെയ്യാവുന്ന ഒരു പാടായിട്ട് ഒരു പാട്ടായിട്ടൊന്നും അത് ഒതുങ്ങിയില്ല. എല്ലാ തരം ആൾക്കാർക്കും ഏത് മൂഡിലിരുന്നും കേൾക്കാൻ പറ്റുന്ന ഒരു ഭക്തിഗാനോ അല്ലെങ്കിൽ ഒരു പ്രണയഗാനം മാത്രമോ ഒന്നും അല്ലാതെ ഒരു ജോണറിലും തിളക്കപ്പെടാത്തൊരു പാട്ടായിട്ട് എനിക്ക് ഇപ്പോഴും അതിനെ തോന്നിയിട്ടുണ്ട്. അതിൽ ആദ്യം എനിക്ക് തോന്നുന്നത് അതിന് 22 23 ട്യൂൺസ് അതിന് ഉണ്ടാക്കിയിട്ടുണ്ട്, പല്ലവികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കേട്ടപ്പോഴത്തേക്കും ലോഹിദാസ് സാർ പറഞ്ഞത് ഇതിലൊന്നും കണ്ണൻ രാധയില്ല എന്നാണ്. ഇപ്പൊ ഹരിത പറഞ്ഞ കാര്യമാണ്. അപ്പൊ ഈ ട്യൂൺ കേട്ടപ്പോഴാണ് ലോഹിദാസ് സാർ പറഞ്ഞത് ഇതിൽ കണ്ണൻ രാധയുണ്ട്. അത് തന്നെയാണ് ഇപ്പൊ ഹരിത പറഞ്ഞത്. പഴയ കാലത്തിലേക്ക് പോയാൽ കുട്ടിക്കാലം എന്ന് പറയുന്നത് ഗായകൻ അല്ലെങ്കിൽ എനിക്ക് പാട്ടാണ് ഇഷ്ടം എന്ന് തോന്നുന്നത് ഏതൊരു പോയിന്റിലാണ്? അത് കൊച്ചിലെ തൊട്ട് എനിക്ക് ഓർമ്മ തുടങ്ങുന്ന കാലം തൊട്ട് തന്നെ പാട്ടുകാരനാവണമെന്ന് ആഗ്രഹിച്ചു. അതിന്റെ കാരണം വീട്ടിൽ എപ്പോഴും പഴയ റെക്കോർഡുകളിൽ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെയും മധുരമണിയരുടെയും യേശുദാസ് സാറിൻ്റെ ആദ്യത്തെ ഈ HMV ഇറക്കിയിട്ടുള്ള ലളിതഗാനങ്ങളുണ്ട്. കരിനീല കണ്ണുള്ള പെണ്ണെ നിന്റെ കവിളത്ത് ഞാനൊന്നുള്ളി എന്ന് ശ്രീമാരൻ തമ്പി സാർ എഴുതിക്കുന്നത്. അതുപോലെ തന്നെ ഒരു കരിമൊട്ടിൻ്റെ കഥയാണ് നീ എന്നുള്ള പാട്ട്, ഓണക്കോടി ഉടുത്തു മാനം മേഘക്കസവാല എന്ന് പറഞ്ഞ പാട്ട്, എല്ലാം ബ്യൂട്ടിഫുൾ സോങ്സ്. അങ്ങനെ അതൊക്കെ കേട്ട് വന്നപ്പോഴത്തേക്കും എനിക്ക് തോന്നി ഞാനും ഒരു പാട്ടുകാരനാവണം. പാട്ട് പഠിക്കാൻ പോരുന്നോ ചെറിയ പ്രായത്തിൽ? ഒരു 4-5 വയസ്സായപ്പോഴാണ് ആദ്യമായിട്ട് ആറ്റിങ്ങൽ ഹരിഹരയ്യർ സാറിൻ്റെ അടുത്ത് പാട്ട് പഠിക്കുന്നത്. അച്ഛനാണ് അതിന് ചേർക്കുന്നത്. കാരണം എനിക്കെന്തോ സംഗീതത്തിലൊരു എന്തോ ഒരു ചേർച്ച അവനുണ്ട് എന്ന് തോന്നിയാണ് അച്ഛൻ അങ്ങനെ അദ്ദേഹത്തിന്റെ അടുക്കലാക്കുന്നത്. അമ്മ കാറോടിച്ചു പോകുന്നത് എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുമ്പോൾ ആ ഒരു പോസ്റ്ററിൽ എഴുതിയതാണ്. ആ കാലത്താണ് മറിഞ്ഞു വീണ് കഴുത്തിൽ മുറിവ് പറ്റിയിട്ട് ഒരു കുട്ടീനുള്ള ആദ്യം വരുന്നത് എനിക്ക് പാടാൻ പറ്റുമോ അല്ലേ? ആ മുറിവിനേക്കാൾ ശരിക്കും അന്ന് ആ മുള്ളുകമ്പി കൊണ്ട് ഈ കഴുത്ത് മുറിഞ്ഞപ്പോൾ അതിന്റെ പാടിപ്പോഴും ഉണ്ട്. പല ആൾക്കാരും എന്നോട് ചോദിക്കാറുണ്ട് ഇതെന്താണ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിപ്പോഴും ഉണ്ട്. പക്ഷെ അന്ന് അത് എനിക്ക് സഹിക്കാനാവുന്ന, ഞാൻ ഈ കണ്ണാടിയിൽ ഈ മുറിവ് നോക്കിയിട്ട് അവിടെ ഇങ്ങനെ ഒരു ഓട്ട പോലെയാണ്. അപ്പോൾ വല്ലാതെ പേടിക്കുകയും കരയുക, ഒരു ഭീകര അവസ്ഥ ഉണ്ടായിരുന്നു. സൈക്കോളജിക്കലി എന്നെ ഒരുപാട് തളർത്തിയിരുന്നു ഒരു 2 മാസം. അപ്പോൾ അന്ന് ഈ സംഭവം നടന്നിട്ട് ഡോക്ടറെ അടുത്ത് പോയി. ഒരു ഡോക്ടർ വെങ്കടേശ്വരനായിരുന്നു, തിരുവനന്തപുരം രാമകൃഷ്ണ മിഷൻ ഹോസ്പിറ്റലിൽ. അപ്പോൾ അദ്ദേഹം വൈകുന്നേരം നോക്കി ഇതെല്ലാം കഴിഞ്ഞിട്ട് മോനെ ഓക്കെ ആണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇപ്പം ചോദിച്ചു ഡോക്ടർ എനിക്ക് പാടാൻ പറ്റുമോ? ശരിക്കും വോക്കൽ കോഡിൻ്റെ ഒരു മില്ലിമീറ്റർ ഇപ്പുറത്താണ് വന്ന് നിന്നത്. ഞാൻ ഇങ്ങനെ മുള്ളുകമ്പിയിൽ നിന്ന് ഞാൻ എൻ്റെ കഴുത്ത് മാറ്റിയെടുക്കുമ്പോൾ. അപ്പോൾ അത് കുറച്ചും കൂടെ പ്രഷറായിരുന്നെങ്കിൽ അപ്പം തന്നെ വോക്കൽ കോഡ് അറ്റുപോയത്. അപ്പോൾ അത്രയ്ക്ക് ഡേഞ്ചറസ് സിറ്റുവേഷൻ ആയിരുന്നു. മാത്രമല്ല ജീവനും പ്രശ്നമുള്ള രീതിയിലുള്ള ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ദിവസം നമ്മൾ 8 മണിക്ക് രാവിലെ വരാൻ ഡോക്ടർ പറയുകയും, പക്ഷെ ഡോക്ടർ 7 മണിക്ക് തന്നെ വന്ന് ഈ കുട്ടി ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയാനായിട്ട് വന്നിരിക്കുന്ന അവസ്ഥയുണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ശരി പറഞ്ഞാൽ ഒരു ഡിസാസ്ട്രസ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് 4ാം ക്ലാസ്സിലായിരുന്നു. നമ്മുടെ സ്കൂളിന് ചുറ്റും ഒരു മുള്ളുകമ്പി ഫെൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫുട്ബോൾ കളിക്കുന്നതിനിടയിലാണ് അങ്ങനെ വീണത്. അപ്പോൾ അതെല്ലാം ഒരു ചെറിയ ഓർമ്മയായിട്ട് കിടക്കുന്നുണ്ട്. നമ്മളൊരു
ഇന്നുള്ളതെല്ലാം കിട്ടാതാവാവുന്ന ഒരു പോയിന്റ് നില തിരിച്ചു വന്നു. ഒരു മില്ലിമീറ്ററിലാണ് എൻ്റെ ജീവിതം. എപ്പോഴും ഞാൻ കരുതും, എനിക്ക് എന്ത് അവാർഡ് കിട്ടുമ്പോഴും എന്ത് കിട്ടാതിരിക്കുമ്പോഴും ഫ്രസ്ട്രേഷൻ വരുമ്പോഴും ആനന്ദം വരുമ്പോഴും ഒക്കെ ഞാൻ ആലോചിക്കും, ഒരു മില്ലിമീറ്ററിൽ ഈശ്വരൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ജീവിതമാണ്, അത് ഞാൻ കൊണ്ടാടണം. ആ ബ്ലെസ്സിങ് ഞാൻ മനസ്സിലാക്കണം. വസുതയില് ചിത്രാമ്മേന്റെ കൂടെ ആദ്യമായി പാടുമ്പോ ഈ റേഡിയോയിലൊക്കെ പേടിപ്പിക്കല്ലേ, ഇപ്പോഴും എനിക്ക് പേടിയാണ്. ചിത്ര ചേച്ചി ഇപ്പുറത്തേക്ക് ഞാനും ഇവിടെ നിൽക്കുന്നു. അത് ഞാൻ ആലോചിക്കുന്നത്, ആ കുട്ടിയായി അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരൻ അന്ന് പാടുമ്പോൾ. ചിത്ര ചേച്ചി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ലോകത്തെ ഏറ്റവും ആരാധിക്കുന്ന ഗായിക ആരെന്ന് ചോദിച്ചാൽ ചിത്ര ചേച്ചിയാണ്. ചിത്ര ചേച്ചിയെ പോലെ ഒരു ഗായികയെ കാണാൻ പറ്റില്ല. കാരണം ചേച്ചി എന്തും ഏതും ഈസി ആയിട്ട് പഠിക്കുകയും പാടുകയും പാടി ചിരിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ചേച്ചി ചിരിച്ചുകൊണ്ട് അടുത്ത് നിൽക്കുകയാണ്, മോനെ പാടൂ പാടൂ പാടൂ. എനിക്കാണെങ്കിൽ ഇത് ഭയങ്കര ടഫായിട്ട് തോന്നി. അപ്പുറത്ത് സംഗീത സംവിധായകൻ എൻ്റെ ഗുരുനാഥനായതുകൊണ്ട് കുറച്ച് കോൺഫിഡൻസ് ഉണ്ട്. പക്ഷെ എന്നാലും ആദ്യമായിട്ടല്ലേ പാടുന്നത്, അപ്പോൾ ഒന്നിച്ചു പാടണം. ഇന്നത്തെ പോലെ കട്ട് ചെയ്തൊന്നും എടുക്കാൻ പറ്റില്ല, ഒന്നിച്ചു പാടണം. അപ്പം അങ്ങനെ 2-3 പ്രാവശ്യം ആയപ്പോഴത്തേക്കും, കാരണം ചേച്ചി പെർഫെക്റ്റ് ആയിട്ടാണ് ഓരോ പ്രാവശ്യം പാടിക്കൊണ്ടിരിക്കുന്നത്. എനിക്കാണ് പ്രശ്നം, ഞാൻ അവിടെ തെറ്റിക്കുന്നു ഇവിടെ തെറ്റിക്കുന്നു, കംപ്ലീറ്റ് പ്രശ്നമാവുന്നു. പെരുമ്പാവൂർ സാറിൻ്റെ ചോദിക്കുന്നു, നിനക്ക് എന്ത് പറ്റി, നീ ഇത്രയും നേരം കമ്പോസിങ് സെഷൻ്റെ കൂടെ പോലെ ഇരുന്ന് നീ ഇതെല്ലാം ഈസി ആയിട്ട് പാടിയതല്ലേ, പിന്നെ നിനക്ക് ഇപ്പം എന്ത് പറ്റുന്നു? അപ്പോൾ എനിക്ക് വല്ലാത്ത ഒരു ഫിയറാണ് ഉള്ളിൽ. അപ്പോൾ ആ ഫിയർ കുഴപ്പമായി. പക്ഷേ ചേച്ചിയാണ് എനിക്ക് സമാധാനം തന്നത്. കൂട്ടാ കുഴപ്പമില്ല, പാട് 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 എന്ന് പറഞ്ഞ് എന്നെ അങ്ങനെ പാടിപ്പിച്ചത്. ആദ്യം പാടി പാട്ടൊന്ന് പാടാമോ? അപ്പം താഴമ്പുക്കുടിലിന്റെ ചന്ദ്രമണി മുറ്റത്തൊരു താമരക്കുടവുമായി പോരാമോ, അതാണ് ആ പാട്ടാണ്. 2003 കാലത്ത് നോക്കുകയാണ്, 2002-2003 കാലത്താണ് വാൽക്കണ്ണാടി വരുന്നത്. അതില് മധുവേട്ടൻ, മധു ബാലകൃഷ്ണന് അമ്മേ. ഇപ്പൊ അടുത്ത് നിങ്ങൾ ഇരുന്ന ഒരു ഷോയിലും അത് മധുവേട്ടൻ പാടി. അപ്പൊ അത് പുള്ളിക്ക് മാത്രമേ പാടാൻ പറ്റൂ എന്ന് പലരും ഇങ്ങനെ കമന്റ് ഒക്കെ എഴുതി കാണാറുണ്ട്. അന്ന് വേറെ ഒരുപാട് പേരുണ്ട്, ഇപ്പൊ നമ്മളീ പറഞ്ഞ സീനിയേഴ്സ് ഒരുപാട് പേരുണ്ട്. മധു ബാലകൃഷ്ണനിലേക്ക് ഇങ്ങനെ ഒരു സോങ് കൊടുക്കുന്നത് എങ്ങനെയാണ്? മധു ഒരു പ്രത്യേകമായിട്ടുള്ള എക്സ്ട്രോണറി ആയിട്ടുള്ള എബിലിറ്റി ഉള്ള ഒരു പാട്ടുകാരനാണ്. അപ്പൊ അത് അന്നേ ഞാൻ തിരിച്ചറിഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അമ്മ എന്നുള്ള പാട്ട് പാടിയതും അങ്ങനെ ചെന്താർമിഴിയും ഒക്കെ പല പാട്ടുകളും, ഒത്തിരി പാട്ടുകൾ. അന്തനാളിൽ അന്തിനേരം, ഉന്നൈ പാത്തേൻ, ഈ ചെന്താർമിഴി എത്ര കണ്ടാലും മതി വരില്ലല്ലോ നിന്റെ നിലാചന്ദ്രൻ. നമ്മളിപ്പോ ജയചന്ദ്രൻ സാറിനെയൊക്കെ പറഞ്ഞ പോലെ ആ മതി വരില്ലല്ലോ എന്ന് പറയുമ്പോ പല പാട്ടിനും, കാരണം മധു എപ്പോഴും ഇങ്ങനെ തുറന്ന പാട്ടിന്റെ അങ്ങനെ പാടുന്നത്. അപ്പൊ ഞാൻ പല പാട്ടുകളും ഈ ഇടയ്ക്ക് പല പാട്ടുകളും ഒക്കെ പാടിയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറയാം, ശബ്ദം വെളിയിലോട്ട് വരാൻ പാടില്ല. അപ്പൊ ഇങ്ങനെ കാണാത്ത ഒരു ചൂരിലും പിടിച്ച് പലപ്പോഴും പാടിപ്പിക്കുന്ന ഒരു ഹെഡ് മാസ്റ്ററെ പോലെയൊക്കെ ഞാൻ മധുവിനെ പാടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ മധു ഭയങ്കര സ്പോർട്സ്മാൻ സ്പിരിറ്റിലാണ് എടുക്കും. ചെന്താർമിഴി അങ്ങനെ പഠിച്ചതായിരിക്കും. ചെന്താർമിഴി അതുപോലെയാണ് ഒതുക്കി, അന്തനാളിൽ പ്രത്യേകിച്ചും. അതൊക്കെ നല്ലോണം 2003 തന്നെയായിരുന്നു ബാലേട്ടൻ, VM വിനുവിന്റെ ബാലേട്ടനിൽ എല്ലാരും ചോദിക്കുന്നതാണ് ഇന്നലെ എന്റെ നെഞ്ചിലെ. ഞാൻ ആദ്യം ചോദിക്കാൻ വിചാരിക്കുന്നത് ഇൻട്രോ സോങ്. ആ സിനിമ തുടങ്ങുന്നത് ബാലേട്ട ചോലക്കുയിലെ എന്നും പറഞ്ഞ ആ ഓട്ടമാണ് ലാലേട്ടന്റെ. അങ്ങനെ ഒരു സോങ്ങില് നമ്മളെ പാട്ടില്ല സിനിമ തുടങ്ങുന്നത്. ഈ ബാലേട്ടൻ ആരാന്ന് പ്രേക്ഷകർ അറിയുന്നതും ഈ പാട്ടില്ല. ആ ഇൻട്രോ സോങ് എങ്ങനെയായിരുന്നു? അത് ശരിക്കും വിനുചേട്ടൻ എന്നോട് പറയുന്നു, ബാലേട്ടൻ എന്നുള്ള ആ പാട്ടിന്റെ ടൈറ്റിൽ നമുക്ക് ഈ പാട്ടിൽ കൊണ്ടുവരണം. അപ്പൊ എല്ലാവരും സിനിമയിലോട്ട് കയറുമ്പോ തന്നെ ഈ ബാലേട്ടൻ എന്നുള്ളത് ബാലേട്ടനാണ്. അപ്പൊ ബാലേട്ടൻ ലാലേട്ടനാണ്. അപ്പൊ അത് ആ ഒരു ചേർച്ച അവിടെ തന്നെ ലാലേട്ടനെ ബാലേട്ടനായിട്ട് തന്നെ കണ്ടുകൊണ്ട് അപ്പൊ തന്നെ ബാലേട്ടനെ ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു പാട്ട് വേണമെന്നാണ്. അപ്പൊ അങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്കും വിനുചേട്ടൻ തന്നെ പറഞ്ഞു, നമ്മൾ ഏതെങ്കിലും കേട്ട ഏതെങ്കിലും ഒരു സംഗീതത്തിന്റെ ജോണറോ അല്ലെങ്കിൽ ട്യൂണോ നമുക്ക് ആ ഭാഗത്ത് മാത്രം ഉപയോഗിക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് ഈ ബാലേട്ട എന്നുള്ള ആ ട്യൂണിലേക്ക് നമ്മൾ എത്തുന്നത്. അതിന്റെ ഒരു മിഡിലെ മറ്റേ നല്ല സ്പീഡിൽ, എനിക്ക് വരും ഓർമ്മയില്ല, കുന്നിന് വീലേ ഇങ്ങനെ പോകുന്നില്ലേ, കണി കാണാൻ കൊന്നപ്പൂവിലെ എന്നൊക്കെ പറയുന്ന ആ സ്പീഡിൽ പോകുന്നത് ഈ ഓട്ടമാണ്
അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇതാണെന്നുള്ളതിന്റെ ആ പേസ് അറിഞ്ഞുകൊണ്ട് അതാണ് സെറ്റ് ചെയ്യുന്നതല്ലേ? കാരണം ഓട്ടം ആകുമ്പോഴത്തേക്കും പേസ് വേണമല്ലോ. അതെ അതെ. അപ്പൊ പാട്ടും എങ്ങനെ ഓടി പോണം. അപ്പൊ പാട്ടും ലാലേട്ടന്റെയും ബാലേട്ടന്റെയും കൂടെ ഓടി, അത് VM ചേട്ടന്റെ കൂടെ ഓടി. കറുത്തൊരു പെണ്ണ്, അതും ഗിരീഷേട്ടൻ തന്നെയാ അല്ലേ അതെ എഴുതിയത്? അതെ. അന്നത്തെ ഒരു അതൊക്കെ തമാശ ഗിരീഷേട്ടൻ നിമിഷ നേരം കൊണ്ട് എഴുതുന്ന പാട്ടുകളാണ് ഇതൊക്കെ. ഇന്നലെ എന്റെ നെഞ്ചിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 10-15 മിനിറ്റ് എടുത്തുണ്ടാവും മിക്ക പാട്ടുകളും. അത്രയും പെട്ടെന്നാണ്. പലപ്പോഴും ഗിരീഷേട്ടൻ്റെ അടുത്ത് ഞാൻ ട്യൂണിങ്ങനെ പറയുമ്പോഴത്തേക്കും ഗിരീഷേട്ടൻ ഒരു നിമിഷത്തേക്ക് ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് ആരോ ഗിരീഷേട്ടന് പറഞ്ഞു കൊടുക്കുന്നത് പോലെ അങ്ങോട്ട് പറയുകയാണ് ചെയ്യുന്നത്. അത് വലിയ അത്ഭുതം. അതാണ് ജീനിയസ് എന്ന് പറയുന്നത്. അതില് ഇതുപോലെ തന്നെ കണക്ഷൻ ഉണ്ട് തോന്നുന്നു അല്ലേ, അച്ഛന്റെ മരണവുമായി ബന്ധപ്പെട്ട ഗിരീഷേട്ടൻ? ഗിരീഷേട്ടന് അച്ഛനുമായിട്ടുള്ളൊരു ബന്ധം അത് വളരെ എന്താണ്, അതൊരു മിസ്റ്ററിയാണ്, അതേസമയം വളരെ അഗാധമാണ്. ഗിരീഷേട്ടൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്. ഈ ഫോട്ടോ എടുത്ത് നോക്കി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഞാൻ കാണാറുണ്ട്. പക്ഷേ ഈ ഫോട്ടോയുടെ സൈഡിൽ ആ ഫോട്ടോയുടെ മുഖം ആരാണെന്ന് ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ചോദിച്ചിട്ടില്ല. ഒരു ദിവസം ഞാൻ നോക്കുമ്പോഴത്തേക്കും ആ ഫോട്ടോയിൽ ഒന്നും കാണുന്നില്ല. ഒരു എന്തൊക്കെയോ ചെറിയ ഒരു ഫിഗർ പോലെ വേണമെങ്കിൽ നമുക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ ചാൻസ് ഉള്ളതുപോലെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗിരീഷേട്ടൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ഇതെന്താണ് ഗിരീഷേട്ടാ ഈ ഫോട്ടോ? അപ്പോൾ ഗിരീഷേട്ടൻ പറഞ്ഞു, ഇതെൻ്റെ അച്ഛൻ്റെ ഫോട്ടോ ആണ്. ഇത് മാത്രമേ എൻ്റെ അച്ഛൻ്റെ ഫോട്ടോയിലുള്ളൂ. പക്ഷെ വേറെ ആർക്കും ഇത് കണ്ടാൽ മനസ്സിലാവില്ല. പക്ഷെ എനിക്കിതിൽ അച്ഛനെ കാണാൻ പറ്റും. ആ അച്ഛനെയാണ് ഞാൻ ദിവസവും രാവിലെ പ്രാർത്ഥിക്കുന്നത് എന്ന് പറയുന്നത്. ഇതുപോലെ ദേവരായ മാസ്റ്ററുടെ അച്ഛനെ പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാലത്തിനും അപ്പുറം ജീവിച്ചിട്ടുള്ള പല കലാകാരന്മാർക്കും ഈ ഒരു ഫാസറ്റ് ഉണ്ടായിട്ടുണ്ട്. അതായിരിക്കും ആ വരി ഉള്ളിനുള്ളിൽ അക്ഷരപ്പൊട്ടുകൾ ആദ്യം തുറന്നു തന്നു. തമാശ പാട്ടുകൾ ഒരുപാടുണ്ട്. അതിൽ ഞാൻ ആദ്യം ആലോചിക്കുന്നത് ഈ കൊല്ലം തന്നെ, ഈ 2003-2004 കാലഘട്ടത്തിലെ വെള്ളി നക്ഷത്രത്തിലെ കൈതപ്രം തിരുമേനി എഴുതിയ പൈനാപ്പിൾ പെണ്ണ് അല്ലേ? അത് പറയുമ്പോൾ തന്നെ അതിലൊരു തമാശ. നമുക്ക് കൈതപ്രം തിരുമേനിയാണോ പൈനാപ്പിൾ പെണ്ണ് എഴുതി? അത് കൈതപ്രം സാർ തന്നെ ഒരു തമാശ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ലജ്ജാവതി എന്ന് പറഞ്ഞ പാട്ട് എഴുതുന്ന സമയത്ത് രാത്രി ഒരു കാർ യാത്ര നടത്തണം. അപ്പോൾ ഡ്രൈവറും ഉണ്ട്, ഡ്രൈവറിൻ്റെ കൂടെ ഒരു അസിസ്റ്റന്റ് മുന്നേ ഇരിക്കുന്നുണ്ട്. രാത്രിയാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് ആ അസിസ്റ്റന്റ് പറയുന്നു, ലജ്ജാവതി എന്നുള്ള പാട്ട്. ലജ്ജാവതി ഭയങ്കര റേഞ്ച് ആണല്ലോ. അപ്പോൾ ലജ്ജാവതി എന്നുള്ള പാട്ടെന്ന്. അപ്പോൾ ഉടനെ ഡ്രൈവർ പറയുന്നുണ്ട്, ഇല്ല തിരുമേനിക്ക് ഇഷ്ടപ്പെടില്ല, തിരുമേനി പാട്ട്. അപ്പോൾ അങ്ങനെയാണ്. തിരുമേനിയുടെ ഒരു പ്രത്യേകത അതാണ്. ഭയങ്കര മൾട്ടിഫേസറ്റഡ് ഒരു ജീനിയസ് ആണ് കൈതപ്രം സാർ. പക്ഷെ അതുവരെ അതുവരെ മ്യൂസിക് ഇതേലും പൈനാപ്പിൾ പെണ്ണ്, ചോക്ലേറ്റ് പീസ് എന്നൊക്കെ പറഞ്ഞ അന്നത്തെ ട്രെൻഡ് അല്ലേ, അതൊരു യൂത്തിന്റെ പീക്കിൽ നിൽക്കുന്ന പാട്ടാ. അത് എഴുതിയത് മ്യൂസിക്കിന് ശേഷമാണോ? അതെ, അത് ഈണമിട്ടിട്ട് തോന്നി അത് അങ്ങനെ വേണമെന്ന് വിനയൻ സാറിന് നിർബന്ധം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ചോക്ലേറ്റ് പീസ് എന്നുള്ളത് വിനയൻ സാറിന്റെ തന്നെ ഒരു ഇൻപുട്ടായിരുന്നു. ഇങ്ങനെയൊക്കെ വേണം, ഈ ഒരു സ്റ്റൈലിലുള്ള. ആ സമയത്താണ് ആപ്പിൾ കണ്ണ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ പാട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. തമിഴിലൊക്കെ ഇംഗ്ലീഷ് വാക്കുകൾ വെച്ചിട്ടുള്ള കൂടുതൽ പാട്ടുകൾ. ശരി, ഞാൻ മലയാളത്തിൽ ഇംഗ്ലീഷ് വാക്കുകൾ വെച്ചിട്ടുള്ള ഒരു പാട്ടിന്റെ ആദ്യ ഒരു തുടക്കത്തിന് ഞാനും ഒരു കാരണക്കാരൻ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം ഹലോ ഹലോ മിസ്റ്റർ റോമിയോ മാസ്റ്റർ വെരി വെരി റൊമാൻറ്റിക് സ്റ്റാർ കസറിടാം കച്ചേരി ഗസൽ പാടണം എന്ന് പറഞ്ഞ പാട്ട് ഗിരീഷേട്ടനുമായിട്ട് അക്കാലത്ത് 1995 എൻ്റെ രണ്ടാമത്തെ സിനിമയാണ്, അതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിൽക്കാലത്ത് ഇപ്പോൾ വാക്കിംഗ് ഇൻ ദ മൂൺ ലൈറ്റും അല്ലെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ സോങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇംഗ്ലീഷ് വാക്കുകളുള്ള ഒരുപാട് പാട്ടുകൾ പിന്നെ പിൽക്കാലത്ത് നമുക്ക് മലയാളത്തിൽ വന്നിട്ടുണ്ട്. വാക്കിംഗ് ഇൻ ദ മൂൺ ലൈറ്റ് ഒന്ന് പാടുവോ? Walking in the moonlight, I'm thinking of you. ഇളമാൻ കണ്ണിലൂടെ I'm thinking of you. വിദ്യാസാഗർ സാർ കേൾക്കണ്ട. ഈ ജോണറിൽ തന്നെ വരുന്ന ഇമ്മിണി നല്ലൊരാളുടെ കോമളവല്ലി നല്ല താമര, ഹാപ്പി ഹസ്ബൻഡ്സിലെ ടേക്ക് ഇറ്റ് ഈസി, കണ്ണിലൊരു മുള്ളു കൊണ്ട്. പിന്നെ വരുന്നത് ഗിരീഷേട്ടൻ തന്നെ എഴുതിയ നമ്മുടെ ഉർവശി ചേച്ചിയും മമതയും ജയറാമേട്ടനും കൂടെ കുസുമവദന മോഹസുന്ദര. ഇപ്പത്തെ ഇൻസ്റ്റാഗ്രാം ട്രെൻഡ് ആയിരുന്നു. ഇപ്പൊ കുറച്ച് നാൾ മുന്നേ വരെ വൻ ട്രെൻഡ് ആയിരുന്നു നിന്റെ പിന്നാലെ നടന്നതിൽ. കണ്ടിരുന്നോ അത്? അത് അൻവർ സാദത്ത് പാടിയത്. അത്തരം സോങ്ങുകൾക്ക് ഇവരെയൊക്കെ പിക്ക് ചെയ്യുന്നുണ്ടല്ലോ.
ഗായകരെ പിക്ക് ചെയ്യാൻ? തീർച്ചയായിട്ടും ഇപ്പോൾ വ്യത്യസ്തനാം ബാർബർ, അത് പ്രദീപ് പള്ളുരുത്തിയാണ് പാടിയത്. അപ്പോൾ അൻവറും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഗായകനാണ്. വളരെ വ്യത്യസ്തമായിട്ട് സോങ്ങിനെ അപ്രോച്ച് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതുപോലുള്ള പാട്ടുകാരെ ഇത്തരം പാട്ടുകൾ പാടുമ്പോൾ, ഇപ്പോൾ ഫ്രാങ്കോ ആദ്യം പൈനാപ്പിൾ പെണ്ണെ, അപ്പോൾ അതിനൊക്കെ അവർ കൊണ്ടുവന്നിട്ടുള്ള ഒരു വ്യത്യസ്തതയുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു സിംഗിൾ എന്ന് പറഞ്ഞ പോലെ ആ പാട്ടുകൾ നിൽക്കുമ്പോഴത്തേക്കും അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. കഥ പറയുമ്പോൾ ഇപ്പൊ പറഞ്ഞു അനിൽ പരച്ചൂരാന്റെ കൂടെ പ്രദീപ് പള്ളുരുത്തി പാടിയിട്ടുള്ള അത് ആ സമയത്തെ ട്രെൻഡാ, വേറൊരു ട്രെൻഡായിരുന്നു അല്ലേ? ബാർബർ അമ്പാലന് അതിലെ ലിറിക്സും ഒക്കെ ആൾക്കാർ ഇതെന്താ ഇത് അന്ന് അത്ഭുതത്തോടെ നോക്കിയിരുന്നൊരു പാട്ടായിരുന്നു. മാമ്പുള്ളിക്കാവിൽ വരുമ്പോ വിനീതേട്ടനാ അത് പാടുന്നത്. കഥ പറയുമ്പോൾ എന്നുള്ളൊരു ആൽബം ചോദിച്ചാൽ അത് ശരിക്കും ഈ സാംബശിവൻ സാറിന്റെ കഥാപ്രസംഗം പഴയ കാലത്ത് ഞാൻ 1-2 പ്രാവശ്യമൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ എനിക്കത് ഭയങ്കര രസകരമായിട്ട് തോന്നിയിട്ടുണ്ട്. അദ്ദേഹം പാടുന്നത്, അദ്ദേഹം സംഗീതജ്ഞനൊന്നുമല്ല, പക്ഷെ അദ്ദേഹം പാടുമ്പോൾ എന്തോ ഒരു സംഗീതം അതിനകത്ത് വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അത്തരത്തിൽ എന്തോ ഒരു സംഗീതം ഇല്ലേ, എന്നാൽ സംഗീതമല്ലല്ലോ എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു പാട്ടാണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അങ്ങനെയാണ് പാലൻ ഒരു കാലൻ മുടിമുറിശീലൻ വടിവേലൻ മുഖവടിവേലൻ ജനത്തോഴൻ നമ്മുടെ ബാലൻ 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 ബാലൻ. അങ്ങനെ ആ ഒരു ആസ്പെക്റ്റിലാണ് ഈ പാട്ട്. അത് എനിക്ക് വളരെയധികം ഓർമ്മയുള്ളത് ശ്രീനിവാസൻ സാർ തിരുവനന്തപുരത്ത് ഒരു ഹോട്ടലിൽ വന്നിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത്. അപ്പോൾ അങ്ങനെ ശ്രീനിവാസൻ സാർ വന്നപ്പോൾ ഒരു പേപ്പറിൽ വ്യത്യസ്തനാം ഒരു ബാർബർ അമ്പാലിനെ സത്യത്തിൽ ആരും തിരിച്ചറിയുന്നില്ല എന്ന ആ വരികളുണ്ട്. അപ്പോൾ ഞാനുടനെ ഇത് കണ്ട ഉടനെ എനിക്ക് വന്നൊരു ഈണം ഉടനെ പാടിക്കപ്പിക്കാം. അപ്പൊ സത്യത്തിൽ നമ്മുടെ കമ്പോസിങ് സെഷൻ ഒരു 10-15 മിനിറ്റിൽ തീർന്നു ഈ പാട്ട്. അപ്പൊ അതിൽ ഇങ്ങനെ ഒരേ കാര്യം പോലെ പോകുന്നോണ്ട് ഞാൻ അനിലിനോട് പറഞ്ഞു, താര ഇങ്ങനൊരു സാധനം വേണം, അല്ലെങ്കിൽ അത് സ്റ്റീരിയോ നേച്ചേർഡായി പോകും. അപ്പൊ അനിലിന് അതറിയാം. അനിൽ അങ്ങനെയാണ് ഈ ബാലൻ ഒരു കാലൻ, അതില് ആമാശയത്തിന്റെ ആശ നിറവേറ്റാൻ രോമാശയങ്ങൾ മുറിക്കുന്ന അനിൽ വേറൊരു ജേണിയാണ്, വേറൊരു ട്രിപ്പാണ്. അതെ, സ്റ്റെയിൻലെസ് സ്റ്റീലിൻ മനസ്സാണ് ബാലൻ. അതൊക്കെ ഇന്ന് ആലോചിക്കുമ്പോ എങ്ങനെ പുള്ളി ആ ഒരു വരികൾ ചേർത്തെഴുതിന്ന് ആലോചിക്കും. രതിനിർവേദം അത്ര ഹൈപ്പോടെ വന്ന അല്ലേ? അന്ന് ആ ഒരു പഴയ കാലത്തെ യൂത്ത് എങ്ങനെ ആക്സെപ്റ്റ് ചെയ്തോ അതുപോലെ ഈ സമയത്തുള്ള യൂത്തും ഒരു തള്ളിക്കയറ്റം ഉണ്ടായ ഒരു സിനിമ എന്നൊക്കെ പറയും. അതിൻ്റെ മ്യൂസിക്കിനും അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഒരു മ്യൂസിക്കിൻ്റെ സൈഡ് ചിന്തിക്കുന്നവരായാലും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സിനിമയായിരുന്നു. അതിൻ്റെ സെക്കൻഡ് അല്ലെങ്കിൽ റിപ്പീറ്റ് വരുന്ന ഒരു സിനിമയ്ക്ക് പാട്ട് ചെയ്യുക എന്നുള്ളത് എങ്ങനെയായിരുന്നു? അതിലൊരു റിസ്ക് എലമെൻ്റ് ഉണ്ടായിരുന്നു. അത് രാജീവ് ഏട്ടനിൽ നിന്നാണ് അത് തുടങ്ങുന്നത്. രാജീവ് കുമാർ അദ്ദേഹം പഴയ കാലത്ത് തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ കേരള യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിലുള്ള മോണോ ആക്ട് മത്സരം നടക്കുകയാണ്. അപ്പോൾ അതിൽ ഒരു സർജറിയാണ് കാണിക്കുന്നത്. അപ്പോൾ രാജീവേട്ടനാണ് ഇത് ഇനാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ സർജറി ചെയ്യുന്നു, അവസാനം ദ ഓപ്പറേഷൻ ഈസ് സക്സസ്ഫുൾ ബട്ട് ദ പേഷ്യൻ്റ് ഡൈഡ് എന്ന് പറഞ്ഞിട്ടാണ് അത് അവസാനിക്കുക. അപ്പോൾ ഇത് കണ്ടിട്ടാണ് ഞാൻ രാജീവേട്ടൻ്റെ ഒരു ആരാധകനാവുന്നത്. അത് പല പ്രാവശ്യം ഞാൻ ഈ മോണോ ആക്ട് രാജീവേട്ടനെ കണ്ടിട്ടുണ്ട്. അതുപോലെ സൂപ്പർ മിമിക്സ് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഒരു ട്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പല കാര്യങ്ങളും രാജീവേട്ടൻ കാണാം. അതും 2-3 പ്രാവശ്യം നിശാഗന്ധിയിലും അവിടെ കനകക്കുന്നിലൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട്. പിന്നെയാണ് രാജീവേട്ടൻ സിനിമ എടുക്കുന്നത്. ക്ഷണക്കത്തിലെ പാട്ടുകളൊക്കെ ഇന്നും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഒരു ലിസ്റ്റ് ഉണ്ടെങ്കിൽ അതിൽ ക്ഷണക്കത്ത് എപ്പോഴും ഉണ്ടാവും. മംഗളങ്ങളരുളും, അല്ലെങ്കിൽ ആകാശദീപം എന്നും ഉണരുമിടമായോ, ആരാഗം എന്നുള്ള ശരത്തിന്റെ ബ്യൂട്ടിഫുൾ ശരത്തിന്റെ ഒരുപക്ഷെ ഏറ്റവും ബ്യൂട്ടിഫുൾ സോങ്സ് അതാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. അപ്പൊ രാജീവേട്ടന്റെ സിനിമകളിലെല്ലാം ശ്രീരാഗവും രാജീവേട്ടന്റെ സിനിമയാണ്. അതിലെല്ലാം സംഗീതത്തിന് നല്ല പ്രാധാന്യമുണ്ട്. അപ്പൊ ഞാനിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു എന്തെങ്കിലും ഒരു സമയത്ത് രാജീവേട്ടൻ എന്നെ വിളിക്കുമെന്ന്. അങ്ങനെയാണ് സുരേഷ് ഏട്ടനാണ് പ്രൊഡ്യൂസർ. സുരേഷ് ഏട്ടൻ എൻ്റെ അടുത്ത് വളരെ സ്നേഹമാണ് എല്ലാ കാലത്തും. അപ്പോൾ സുരേഷ് ഏട്ടൻ പറഞ്ഞു, ജയ ഈ പടം ചെയ്യും, രാജീവ് കുമാറാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ രതിനിർവേദത്തിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ ഭരതൻ സാറിൻ്റെ സിനിമയിൽ എൻ്റെ ഗുരുനാഥൻ ദേവരായ മാസ്റ്ററാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ചലഞ്ചാണ്. പക്ഷെ അപ്പം ഞാൻ കണ്ടു അതിൻ്റെ ഒരു പരിച്ഛേദമായിട്ട് ഞാൻ ചെയ്തിട്ട് കാര്യമില്ല. ടോട്ടലി ന്യൂ ആയിട്ടുള്ള ഒരു അപ്രോച്ചിൽ എനിക്കെന്താണോ ആ കഥയെപ്പറ്റി തോന്നുന്നത്, ആ കഥാപാത്രങ്ങളെ പറ്റി തോന്നുന്നത്, അത് വരണം എന്നാഗ്രഹിച്ചു. അങ്ങനെയാണ് ചെമ്പകപ്പൂവും കാട്ടിലെയും
മറ്റു പാട്ടുകളും ഒക്കെ വന്നത്. പക്ഷെ എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന പാട്ട് ആ സിനിമയിൽ ഇല്ലാത്ത ഒരു പാട്ടാണ്. അത് മധുമാസ മൗനരാഗം എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ താലോലിച്ച് വളർത്തിയ ഒരു പാട്ടായിരുന്നു. അത് ശ്രേയാണ് പാടിയത്. ഹരിതപ്പെണെങ്കിലും യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. മധുമാസ മൗനരാഗം നിറയുന്നവോ, അങ്ങനെ മെലഡീസ്, ഇമോഷണൽ സോങ്. അതില് ഈ ചന്ദനവെയിലിൽ അങ്ങനെ തുടങ്ങുന്നതിന്റെ മുമ്പ് ഒരു താളം വരുന്നില്ലേ, പറയുന്ന ഒരു അതെന്തായിരുന്നു അങ്ങനെ വിചാരിച്ചത്? ഇൻസ്ട്രുമെന്റ് അതിന്റെ ഒരു പ്ലേഫുൾ ഇതാണല്ലോ. ശരിക്കും ആ തീമിലും അങ്ങനെയാണല്ലോ, ഒരു പ്ലേഫുൾ ആണ്. ഈ പയ്യൻ പ്ലേഫുൾ ആണ്, പക്ഷെ അതിനകത്തും ഒരു തീവ്രമായിട്ടുള്ള എന്തൊക്കെയോ ഇമോഷൻസും ഉണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ ചേരുമ്പോഴത്തേക്കും അങ്ങനെ വരും. അതുപോലെയാണ് ഒരു കാമത്തിന്റെ ഒരു പാട്ടായിട്ട് ഇത് വരുന്നത്, കണ്ണൂരം ചിങ്കാരം എന്നാണ്. ഇതില് നമുക്കൊരു ഭയങ്കര ഹാപ്പിനെസ് വരുന്നുണ്ട് ഈ ഒരു ഇത്. ചന്ദനവെയിൽ അതില് അനുപല്ലവിയിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ളത്. അത് സുദീപ് പാടുമ്പോഴത്തേക്കും ഈ അനുരാഗം ഇത് ഇങ്ങനെ വരുന്നത്. അപ്പൊ സുദീപ് പാടുമ്പോഴത്തേക്ക് എനിക്ക് ആ അനുരാഗം കിട്ടുന്നില്ല. അപ്പൊ ഞാൻ സുദീപിന്റെ അടുത്ത് പറഞ്ഞു, എടേ നീ പ്രണയിച്ച് കല്യാണം കഴിച്ച ആളല്ലേ, എന്താണ് അനുരാഗം? അങ്ങനെയൊക്കെ തമാശ പറഞ്ഞ് നമ്മള് അനുരാഗം എടുത്ത്. അപ്പൊ ആ അനുരാഗം തന്നെ ഒരു 50-60 പ്രാവശ്യം സുദീപ് പാടിയിട്ടുണ്ട്, ആ അനുരാഗം മാത്രം. അപ്പൊ സുദീപ് മിക്കവാറും എത്ര മനസ്സിൽ വിചാരിച്ചാണ് ഇയാളുടെ പാടുന്ന ഈസി അല്ല.